ഞാൻ ഈ കാത്ത് നിൽക്കുന്നത് ഒരാളെ കാത്തിട്ടാണേ. ആരാണെന്ന് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം അമ്മ വരുന്നത്. അങ്ങനെ അമ്മ വന്നപ്പോൾ എന്താ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അമ്മയെ കാത്ത് നിന്നെയായിരുന്നു. വഴി പറഞ്ഞു കൊടുത്തെങ്കിലും ഓട്ടോക്കാർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ റോഡിലോട്ട് ഞാൻ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഞാനും അമ്മയും കൂടെ ഇതാ കയറി വരുന്നത് കണ്ടോ. അമ്മയ്ക്ക് കാലിന് വയ്യാതിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേരും ചോദിച്ചു അമ്മയുടെ കാലിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ. ഇപ്പം വേദന, എന്നാലും വേദനയുണ്ട്. കുറേ നേരം നിൽക്കുമ്പോഴേക്കും നല്ല വേദനയുണ്ട്. അപ്പോൾ അമ്മ വരുന്നെന്ന് അറിഞ്ഞപ്പോഴും തന്നെ ഞാൻ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ഇട്ടെങ്കിൽ അത് കലക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കപ്പ് വെള്ളം അമ്മയ്ക്കും കൊടുത്തു, ബാലൻസ് ഞാനും കുടിച്ചു. കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്തിരി പുളിപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു, ഇച്ചിരി പുളിയുണ്ട് എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ നല്ലപോലെ തണുത്തില്ല കേട്ടോ. കുറച്ച് മുന്നെയാണ് അമ്മ വിളിച്ച് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പം പിന്നെ ഞാൻ അന്നേരം എടുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാണ്. പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തതാ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഏത്തയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 അകത്താക്കി. നാടൻ ഏത്തയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അമ്മ എന്തോ ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയോ ആഡ് ചെയ്ത ദോശയാണ്, അതുകൊണ്ട് നമുക്ക് കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അമ്മ പറയുമായിരുന്നു എടുത്ത് മാറ്റി പോയി, പേപ്പറിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് അമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് പിന്നെ 2 മുട്ട വറുത്തു. ഞാനിത് സ്പെഷ്യൽ ഐറ്റംസ്, സ്പെഷ്യൽ എന്നല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വെച്ചതൊന്നും ഇല്ലായിരുന്നു. ഉള്ളതൊക്കെ കൊണ്ട് കുഞ്ഞിനെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അങ്ങനെ പിന്നെ മുട്ടയും കൂടെ വറുത്തിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഒരു ബുൾസ അടിച്ചെടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ദോശ തന്നാൽ മതി, ചോറ് വേണ്ടെന്ന്. എനിക്കിങ്ങനെ എന്താ പറയുക, നമുക്കിടെ എന്തെങ്കിലും കാപ്പിക്ക് രാവിലെ എടുക്കുന്നതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്കത് മതി കേട്ടോ. എനിക്ക് ഇന്ന സാധനം ചോറ് വേണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല ഇപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ 2 ദോശയും പിന്നെ ബുൾസയൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചു. അമ്മ പിന്നെ ചോറും പിന്നെ ചമ്മന്തിയും മുട്ട വറുത്തതും പിന്നെ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടങ്ങിയിരിക്കണ്ടേ, ഇല്ലെങ്കിലും തള്ളമാർ വന്ന ഇങ്ങനെയാണല്ലോ. അങ്ങനെ അവിടെയൊക്കെ തൂത്തുവാരിയൊക്കെ ചെയ്യുമായിരുന്നു അമ്മ. ഞാൻ തൂത്തിട്ടുന്നതായിരുന്നു. എന്നിട്ട് വീണ്ടും ഒരു തൂപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നെ വഴക്കും പറഞ്ഞിട്ട് ഉള്ളിയൊക്കെ വൃത്തിയാക്കി ഇടുമായിരുന്നു. ഉള്ളി ഞാൻ പൊളിച്ചതിൻ്റെ രാത്രിയിലായതുകൊണ്ട് കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ എന്താണ് അതിൻ്റെ തൊലിയുണ്ടല്ലോ, അപ്പം മുറത്തിൽ തന്നെ വെച്ചേക്കായിരുന്നു. ഒരു സൈഡിൽ അതിനകത്ത് അല്ലാത്ത ഉള്ളിയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത സമയത്ത് എങ്ങാണ്ട് മിക്സായിപ്പോയി. അങ്ങനെ പിന്നെ അത് അമ്മ എടുത്ത് മാറ്റിയിട്ട് പറയായിരുന്നു ഇത് നിനക്ക് മാറ്റിയിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മയെ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ആ മുറം ഒഴിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എടുത്തത്. പച്ചക്കറി അമ്മ അവിടുന്ന് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൻ്റെ അവിടുന്ന്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ഇത്രയൊന്നും കിട്ടത്തേയില്ല. ഇതിനകത്ത് ഈ പയറ്, ഈ കുക്കുംബർ അതൊക്കെ അമ്മ സെപ്പറേറ്റ് മേടിച്ചാണ്. പക്ഷേ ഇതിനകത്ത് അല്ലാതെ കുറച്ച് 100 രൂപയുടെ പച്ചക്കറിയാണ് ഈ തട്ടുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കാണണം. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. 100 രൂപയ്ക്ക് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടുമോ എനിക്കറിയില്ല. പകുതി പോലും കിട്ടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ 100 രൂപയ്ക്കൊക്കെ. അപ്പോൾ നല്ല ലാഭമാണ് നമ്മുടെ അവിടുന്ന്. പിന്നെ ഈ പാവയ്ക്കൊക്കെ അമ്മ അഡീഷണൽ വാങ്ങിച്ച കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ നിങ്ങളെ നല്ലപോലെ കാണിച്ചു തരാം. ബാക്കിയുള്ളതെല്ലാം 100 രൂപയുടെ പച്ചക്കറിയാണ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. 2 ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ എല്ലാം വെട്ടുപീസ് തന്നെ നല്ല വലിപ്പത്തിലുള്ളതെല്ലാം കിടപ്പുണ്ടായിരുന്നു. തക്കാളി, ബീട്രൂട്ട്, കിഴങ്ങ് അങ്ങനെയൊക്കെ എല്ലാം സെപ്പറേറ്റ് കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുന്ന് മേടിക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല കേട്ടോ. എനിക്കൊന്ന് ഓരോന്നിനും വില കൂടുന്നതിനനുസരിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് മാറിപ്പോവും. പിന്നെ ക്യാബേജ് ഒന്നും ഇല്ലായിരുന്നു. ക്യാബേജ് എനിക്കൊന്നും ഇവിടെ ഒരു പൊടി പോലും കിട്ടത്തില്ല, അവിടെ ഇല്ലായിരുന്നു. പിന്നെ മുരിങ്ങ, ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ നമുക്ക് 100 രൂപയുടെ പച്ചക്കറിക്കകത്ത് ഇരുന്നത്. ഈ മുറത്തിയിരിക്കുന്നത് ഫുള്ളും 100 രൂപയുടെയാണ്. ശരിക്കും നല്ല ലാഭമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്ന് പറയണം കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനൊക്കെ ഇത്രയും കിട്ടുമെന്നൊന്ന് പറയണേ 100 രൂപയ്ക്ക്. പിന്നെ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് കുഞ്ഞിന് ആക്സിഡൻ്റായിട്ട് കിടന്ന സമയത്ത് ആരോ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ എവിടെ പോയി കണ്ടാലും ഞങ്ങൾ മേടിക്കും. നല്ല ടേസ്റ്റാണ്, ഒരു പാൽപ്പൊടിയുടെ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പിന്നെ എടുത്ത് വെക്കുകയാണ്. ഫ്രൂട്ട്സ് കൊണ്ടുവന്നതൊക്കെ എടുത്ത് ഞാൻ സെപ്പറേറ്റ് മാറ്റി, പഴമൊക്കെ വേറൊരെണ്ണതാക്കി വെക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുറത്തോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ അമ്മ വന്ന ഉടനെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. നമ്മുടെ ഇവിടെയൊക്കെ അന്ന് മമ്മി പുല്ല് പറിച്ചിട്ട് പോയെങ്കിലും പിന്നെയും പൊട്ടി കളിക്കുന്നതിനകത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അതായത് കഞ്ഞിയുടെ വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം നമ്മൾ ചോറ് വാർക്കുന്ന ആ വെള്ളം ഞാൻ ഇതിനകത്ത് ചൂടോടെ കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കും കേട്ടോ. അതാകുമ്പോഴത്തേക്ക് അങ്ങ് കരിഞ്ഞു പോകുമല്ലോ, അല്ലെങ്കിൽ കുത്തിയിരുന്ന് പറിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പാടാണ്. നമ്മുടെ ചീരയൊക്കെ നല്ല വളർന്നിട്ടുണ്ടേ. അപ്പോൾ വൈകുന്നേരം ഞാൻ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിക്കുമായിരുന്നു. പിന്നെ
പോച്ചപ്പറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാ കാലും വയ്യാതെ പോയി നിന്ന് പറിക്കാറുണ്ട്. ഞാൻ അവിടെ വെക്കെന്ന് പറഞ്ഞാൽ ഈ അമ്മ കേൾക്കത്തില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ആ സൈഡ് കാട് കയറി കിടക്കുമായിരുന്നല്ലോ, അങ്ങനെ ആ സൈഡിൽ അമ്മ പോയി പോച്ച നമ്മൾ നടക്കുന്ന വഴിക്കുള്ളതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ ഓമ, ഇത് പോയിട്ടുണ്ട്. ഇത് എടുത്ത് കളയാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ആണോമയാണ്. നമ്മുടെ ഇവിടെ ഓമയെന്നല്ല പറയുന്നത്, ഞങ്ങൾ കപ്പയ്ക്കെന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഓമയ്ക്കെന്ന് പറയുന്നത്, ഓമയെന്നൊക്കെ പറയുന്നത് കായംകുളത്താണ്. അപ്പോൾ അത് വെച്ചിട്ടങ്ങ് പറയുക കേട്ടോ. എനിക്കിപ്പോൾ ഏത് സ്ഥലത്തെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് മാറുമല്ലോ, ഓരോ വാക്കുകളും ഓരോ സാധനങ്ങളുടെയൊക്കെ പേരുകളൊക്കെ മാറ്റുവാണല്ലോ. അങ്ങനെ അത് പിഴുത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം എന്തെങ്കിലും നട്ട് വെക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ ദോയില്ല കമ്പ് കുഴിച്ച് വെച്ചേക്കുന്ന എനിക്ക് അവിടെ എന്തെങ്കിലും ഇങ്ങനെ പാകാമല്ലോ നമുക്ക്, അതായത് പാവലോ പയറോ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ അവിടെ ഇങ്ങനെ പടർത്തി ഇങ്ങനെ അതിനകത്ത് വിടാമെന്ന് പറഞ്ഞാണ്. പടർത്തി വിടാൻ ഇവിടെ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അപ്പം നനഞ്ഞെടുക്കുന്ന മണ്ണും അതേപോലെ അത് അവിടെ നിന്നതായതുകൊണ്ട് മണ്ണ് ഇച്ചിരി ഇളകി കിടക്കുന്നതുകൊണ്ട് നമുക്ക് നീക്കിയിടാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ കുന്നുകൂട്ടി ഇട്ടേക്കുന്നതുകൊണ്ട് മണ്ണ് എല്ലായിടവും നിരപ്പില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് നീക്കി ഇറക്കുന്നുണ്ട്. ഈ മൂലയ്ക്ക് കുപ്പിച്ചില്ലാണ് കേട്ടോ. എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ നിന്നവർ ആരാണെന്ന് എനിക്ക് അറിയില്ല, ആരോ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നിറയെ കുപ്പിച്ചില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുതല്ലേ. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആരാണെന്ന് അറിയത്തില്ലല്ലോ, അവർക്ക് നമ്മൾ അറിയാതെ വന്ന് കൈ വെക്കുമ്പോൾ അതിനകത്ത് കുപ്പിച്ചില്ലാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ മണ്ണ് നീക്കിയപ്പോൾ ആ മണ്ണിനകത്ത് കുപ്പിച്ചില്ല് ഇങ്ങനെ ചീളായിട്ട് കിടക്കുമായിരുന്നു, കുപ്പിയുടെയൊക്കെ ചില്ലുകൾ. അപ്പോൾ അതെൻ്റെ കൈ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലുതായിട്ട് മുറിഞ്ഞില്ല, പെട്ടെന്ന് ഞാൻ കൈ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ വെച്ച് മണ്ണ് നീക്കിയില്ല. അതും കൈ വെച്ച് നീക്കിയതുമല്ല, ഇത് വെച്ചിട്ടാണ് നീക്കിയത്, പക്ഷെ കൈ കയറി കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് ആ ഒരു കമ്പ്. ഇനി അത് ചിലപ്പോൾ വെയിറ്റ് കയറുമ്പോഴത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് മണ്ണ് ഞാൻ അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മ അത് പിന്നെ ഉറപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വള്ളം തുഴയുന്നത് പോലെ ഞാനിരുന്ന് തുഴയുന്നത് മണ്ണ് അവിടെ നിന്ന് കുത്തി ഇളക്കുക കേട്ടോ. ഇരുന്നിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇരുന്ന് കുനിഞ്ഞൊന്നും ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ. ഇരുന്നിട്ട് ചെയ്യുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് മണ്ണൊക്കെ നീക്കി ആ മൂലക്കാക്കി. കുപ്പിച്ചില്ലൊക്കെ കിടക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും കുപ്പിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പിന്നെ നമ്മൾ അവിടെ തന്നെ ഇട്ടതിന് ശേഷം പിന്നീട് ഞാൻ ബാക്കി മണ്ണുകൾ അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനും അമ്മയും കൂടെ കടയിൽ പോകാൻ ഇറങ്ങാട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് നമ്മുടെ പുന്തലത്താഴത്തോട്ട് പോകാട്ടോ. നമ്മൾ പുന്തലത്താഴത്താണ് മാർക്കറ്റിൽ പോകുന്നത്. കുറേ പേര് ചോദിച്ചു ഏത് മാർക്കറ്റിലാണെന്ന്. പുന്തലത്താഴം കേട്ടോ. അങ്ങനെ അവിടെ വന്നു. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ കയറി. നല്ല രസമുണ്ടായിരുന്നേ. ഫ്രണ്ടൊക്കെ ഈ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു. ഈ ഒരു സാധനം ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആട്ടോ. ഞാൻ ആദ്യം ഒരെണ്ണം എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞാൽ ഒരെണ്ണം കൂടെ പോയി എടുത്തോ മോളെ, ഒരെണ്ണം കൂടെ കിട്ടുമെന്ന്. പിന്നെ സീഡുകളൊക്കെ വെച്ചേക്കുമായിരുന്നു. ഈ സൺഫ്ലവറിൻ്റെ ഇതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പായസത്തിൻ്റെ കൂട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനോട് കിടന്ന് നിർബന്ധമായിരുന്നു കേട്ടോ. പാലട പായസം ഉണ്ടല്ലോ, പാലട പ്രഥമൻ, അതിൻ്റെയൊക്കെ മിക്സ് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പക്ഷെ അത്ര ഇഷ്ടമേ അല്ല, ഭയങ്കര മധുരമാണ്. പിന്നെ ആ ഒരു ഇത് കണ്ടോ, ഡെപ്പ നല്ല രസമുണ്ട്. ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഡെപ്പയൊക്കെ ആയിരുന്നേ. അങ്ങനെ പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ചില്ല, എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് പാവകളൊക്കെ ഇരിക്കുന്നത് കണ്ടോ. പാവകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. സംഗീശാലിയും കൂടെ നശിപ്പിച്ച് കളഞ്ഞത് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംപോലെ പാവകളെ ഞാൻ മേടിക്കുമായിരുന്നു കേട്ടോ. അമ്മ എനിക്ക് മേടിച്ച് തരുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. പാവകളെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മൾ 8:30 ലൈവിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 8 മണിക്ക് കേട്ടോ. അപ്പോൾ സമയം 8 മണി ആവാറായി. ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് അങ്ങനെയേ ഞാൻ ലൈവിന് ഇരിക്കുകയാണ് ചെയ്തത്. ഡ്രസ്സ് പോലും മാറിയില്ലായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞിന് ഇന്ന് ലേറ്റായിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ വന്നിട്ട് എല്ലാ സാധനങ്ങളും എല്ലാം വെക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ വന്നിട്ട് നമ്മൾ ഇഡ്ഡലിയോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പിന്നീട് സമയമൊക്കെ അത്ര ആയതുകൊണ്ട് പിന്നെ കുഞ്ഞൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറേ പാപ്പം കൊണ്ട് വരുമല്ലോ, അങ്ങനെ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് അതൊക്കെയായിരുന്നു കേട്ടോ കഴിച്ചത്. ലൈവിന് പോയിട്ട് വന്നിട്ട് പിന്നെ അതൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. കുഴലപ്പം, പിന്നെ എന്തായിരുന്നു നമ്മുടെ ദിൽഗുഷ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയും പിന്നെ ഓരോന്ന് ഒതുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിനകത്ത് 5 രൂപ തൊട്ട് എത്രയോ രൂപയുടെയൊക്കെ ഇത് കോയിനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിനകത്ത് അവിടെ എഴുതി വെച്ചിരുന്ന ഗോൾഡ് കോയിൻ ഉണ്ടെന്നാണ്. ഞാൻ കിളിക്ക് നോക്കിയപ്പോൾ കിളിങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാരത്ത് വെച്ചപ്പോൾ 5-ൻ്റെയും 10-ൻ്റെയൊക്കെ
തുട്ടായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് 5ൻ്റെ തുട്ടായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഞാനത് എന്തോന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിലങ്ങ് പൊട്ടിച്ചാണ്. ഇന്ന് പായസം വെക്കുന്നതൊന്നും ഇല്ല, പിന്നെ പതിയെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇത് അവിടേക്ക് തൂക്കാനും വരാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചതിൻ്റെയൊക്കെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ തൂത്ത് കളഞ്ഞില്ലെങ്കിൽ അപ്പോഴേ ഉറുമ്പ് കയറും കേട്ടോ. പിന്നെ ആ താഴെ കിടക്കുന്ന ചവിട്ടി ഞാനിപ്പോൾ 3 മേടിച്ചാണ്. ഇന്ന് മേടിച്ചായിരുന്നു, കോംബോ ഓഫറിന് കിട്ടിയതായിരുന്നു കേട്ടോ. 3 99 എത്ര എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും 100-നകത്തായിരുന്നു 3 കൂടെ. ക്വാളിറ്റി അത്രയും കുഴപ്പമില്ല, എന്നാലും വലിയ ക്വാളിറ്റി ഇല്ല. എന്നാലും നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ബർത്ത്ഡേ വിഷസ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതിനകത്ത് പറയാം കേട്ടോ. മാളവിക ഷാജൻ്റെ മകനായ കിച്ചുമോൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 12-നും നീതുവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 11-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ 2 പേർക്കും. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുഞ്ഞു മോന് വേണ്ടിയിട്ട് എൻ്റെ ചക്കരയും വേണ്ടി കേട്ടോ. പിന്നെ ഇതാ പുതിയൊരു ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് ഞാൻ മേടിച്ചു. ഇതിനി എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ എനിക്ക് നമ്മൾ ഒരു 1 വീക്കൊക്കെ ആയാലേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. മുഖത്ത് കുരുക്കളൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ റിസൾട്ട് പറയാം. നല്ല മണമുണ്ട്. നമ്മൾ മുഖത്ത് ഇടുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനി കൊള്ളാമെങ്കിൽ ഇതായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇതും മാറ്റേണ്ടതായിട്ട് വരും. നമ്മുടെ സ്കിന്നിന് പറ്റുന്നതല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമും ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യാനും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.